ഇത് ശരി, ഇത് പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുമെന്നുള്ള സംശയം താങ്കൾക്കുണ്ടോ? ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ നെഗറ്റീവായിട്ട് ഇതിനെ കാണുന്നില്ല. കാരണം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സാമ്പത്തിക ബാധ്യത പോലും സർക്കാരിന് ഉണ്ടാകുന്ന വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആശാ വർക്കർമാരുടെ വേതനമാണ്. 3000 രൂപ ഒറ്റയടിക്ക് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അംഗനവാടി ജീവനക്കാർക്ക്, ഹെൽപ്പേഴ്സിനും ഒക്കെ വേതനം കൂട്ടുന്നുണ്ട്. അതിനേക്കാൾ വലുതായിട്ട് ജൂൺ 15 ആകുമ്പോഴേക്കും സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നുള്ള വലിയ തീരുമാനം വരികയാണ്. അപ്പോൾ ഇത് യാഥാർത്ഥ്യബോധത്തോടു കൂടിയായ ഒരു പ്രഖ്യാപനം എന്ന് തന്നെ താങ്കൾ കരുതുന്നുണ്ടോ? അതോ ഇത് വാഗ്ദാനം നൽകി അതിനാൽ തീരുമാനമെടുക്കേണ്ടി വന്നു എന്നാണോ? ജനാഭിലാഷങ്ങളെ പ്രാവർത്തികമാക്കേണ്ടത് അധികാരത്തിൽ കയറിയ സർക്കാരിന്റെ പ്രാഥമികമായ ചുമതലയാണെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഈ UDF സർക്കാർ എടുത്തിട്ടുള്ള ഈ KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയും ഈ 3000 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുന്നതും അങ്ങേയറ്റം ദീർഘവീക്ഷണമില്ലാത്തൊരു തീരുമാനമായി എന്നേ പറയേണ്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3000 രൂപ എല്ലാവർക്കും 5000 രൂപയ്ക്ക് അർഹതയുണ്ട്. കാലിയായ ഒരു ഖജനാവിനെയാണ് VD സതീശൻ ഏറ്റെടുത്തിരിക്കുന്നത്. ബാലഗോപാലൻ പറഞ്ഞു 3000 കോടി രൂപ ബാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതെന്ന്. മഞ്ജുഷ ശ്രദ്ധിക്കണം. അതായത് കഴിഞ്ഞ മാസം എനിക്ക് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയത് വെച്ചിട്ട് കുഷ്ഠരോഗികൾക്ക്, എയ്ഡ്സ് ബാധിതർക്ക് എന്ന് വേണ്ട 120 രൂപ തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്നവർക്ക് വരെ 6ഉം 8ഉം 10ഉം 12ഉം 24 മാസത്തെ കുടിശ്ശികയാക്കിയിട്ടാണ് ഈ സർക്കാർ പോയിരിക്കുന്നത്. അതിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ പോക്സോ കേസിൽ ഇരകൾക്ക് കോടതി പറഞ്ഞിട്ടുള്ള ഒരു തുകയുണ്ട്. ഇത്ര രൂപ നഷ്ടപരിഹാരം സർക്കാർ കൊടുക്കണം, ഇത്ര തുക പ്രതികൾ കൊടുക്കണം. പ്രതികൾ ഒരിക്കലും കൊടുക്കാറില്ല. ഇത്തരത്തിൽ സർക്കാർ കൊടുക്കേണ്ടതായിട്ടുള്ള തുക 8.6 കോടി രൂപയാണ് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് ഈ സർക്കാർ. അപ്പൊ ഒരുപാട് സാമ്പത്തിക ബാധ്യത, അതുമാതിരി തന്നെ ഈ ക്ഷേമ പെൻഷന്റെ കാര്യത്തിലായാലും, സപ്ലൈകോയിലത്തെ കടം വീട്ടാനുള്ള പൈസയുടെ കാര്യത്തിലായാലും, KSRTCയുടെ കാര്യത്തിലായാലും ഒരുപാട് സാമ്പത്തിക ബാധ്യത ഇവരുടെ തലയിൽ വെച്ചുകൊണ്ടാണ് 10 വർഷത്തെ ദുർഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഈ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു ബോധത്തോടു കൂടിയല്ല UDF സർക്കാർ ഇപ്പൊ ഈ 2 പ്രവൃത്തികൾ ചെയ്യുന്നത്. 50 കോടി രൂപ KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ വേണ്ടിയിട്ട് പ്രതിമാസം സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 1798 ബസ്സുകൾ കട്ടപ്പുറത്തിരിക്കുകയാണ്. 3500 ബസ്സുകൾ കൃത്യമായി നിത്യേന ഷെഡ്യൂൾ ചെയ്യാൻ കഴിയാതെ KSRTC വലയുമ്പോൾ നിത്യേനയുള്ള യാത്രക്കാരിൽ 55% സ്ത്രീകളാണ്. ആ സ്ത്രീകൾ പൈസ കൊടുക്കാതെ ആ യാത്രയ്ക്ക് ഒരു